റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു തവണ നമ്മൾ വായിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അതല്ലെങ്കിൽ ഒരു തവണ അതറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വശത്ത് ആളുകൾ അവഹേളിക്കുമ്പോൾ മറുവശത്ത് പുകഴ്ത്തലുകളുടെ അതിരുകവിച്ചുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ പദവിയേക്കാൾ ഉയർത്തുന്ന ആളുകൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ബാധ്യതയുണ്ട് റസൂലിൻ്റെ ചരിത്രം പഠിക്കാൻ. നമുക്ക് ബാധ്യതയുണ്ട്. ഒരു തരത്തിൽ പണ്ഡിതന്മാരുടെ വാക്കുകളെ നമ്മൾ വായിക്കുകയാണ് എങ്കിൽ ശർഈയായി മതപരമായി വാജിബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. സീറയുടെ പ്രവാചക ചരിത്രത്തിൻ്റെ ആമുഖം എഴുതുന്ന കൂട്ടത്തിൽ പല പണ്ഡിതന്മാരും പ്രവാചക ചരിത്രത്തിൻ്റെ ഫായിദകൾ, അതിനുള്ള ഉപകാരങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുന്നതാണ് മതപരമായൊരു വാജിബ്, ഒരു നിർബന്ധ കടമ നമുക്ക് പ്രവാചക ചരിത്രം പഠിക്കുന്നതിലൂടെ നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആ ജീവിതത്തെ അറിയൽ നമുക്ക് നിർബന്ധമാണ്. ആ ജീവിതത്തെ മനസ്സിലാക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ ജീവിതത്തിൻ്റെ ഓരോ അംശങ്ങളും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുമായി തട്ടിച്ചു നോക്കി അതിലെ മാതൃകകൾ സ്വീകരിക്കലും നമുക്ക് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ട് മഹത്വമുള്ളയാളായി, എന്തുകൊണ്ട് ശ്രേഷ്ഠതയുള്ള ആളായി? ആളുകൾ വിശദീകരിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ഇസ്ലാമിക സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്നതുകൊണ്ടാണോ? നീതിയുടെ വലിയ പാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഹത്വമുണ്ടായത്? എന്തുകൊണ്ടാണ് മുഹമ്മദ് എന്ന മനുഷ്യൻ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ തക്കമാത്രം വിധത്തിലേക്ക് ഉയർന്നത്? അത് റിസാലത്തും നുബുവത്തും കൊണ്ടാണ്. അതല്ലാതെ മറ്റ് ഏതൊരു ശ്രേഷ്ഠതയും അതിന് താഴെയാണ് വരുന്നത്. റസൂൽ ഏറ്റവും വലിയ ശ്രേഷ്ഠനായത് റസൂലായതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും റസൂലുമായതുകൊണ്ടാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള വ്യക്തിയായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാറ്റിനും മീതെ അതാണ്. എല്ലാറ്റിനും മീതെ മനുഷ്യകുലത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് ആദ്യം സ്രഷ്ടാവിനെയാണ്. ആ സ്രഷ്ടാവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെയാണ്, ഇലാഹിനെയാണ്, ഉലൂഹിയത്തിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ജീവിത വിജയത്തിന് സ്വീകരിക്കേണ്ടത് എന്താണ്, നിരാകരിക്കേണ്ടത് എന്താണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്യന്തികമായി മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു നൽകിയത്. ആ ഒരു ആദർശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത എന്നു മുതലാണോ, അത് പരസ്യമായി പ്രബോധനം ചെയ്യാൻ ആരംഭിച്ചത് എന്നു മുതലാണോ, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകന് മാത്രമല്ല, പ്രവാചകന്റെ കൂടെ ആരൊക്കെയുണ്ടായിരുന്നോ അവർ സമ്പന്നരെന്നോ ദരിദ്രരെന്നോ ഇല്ലാതെ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിൽ കഴുത്തിൽ കയറിട്ട് അങ്ങാടിപ്പിള്ളേർക്ക് കയറിൻ്റെ മറ്റേയറ്റം പതിപ്പിച്ചു കൊടുത്ത ഉമയ്യത്ത് ബിൻ ഖലഫ്, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉടമഗോത്രമായിരുന്ന അതിലെ പ്രമുഖനായിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫിനെ നമുക്കറിയാം. അദ്ദേഹം അടിമയായിരുന്നു. പക്ഷെ അതേസമയം സമൂഹത്തിൽ സമ്പന്നനായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം ഉൾക്കൊണ്ടു എന്ന പേരിൽ മാത്രം സമൂഹത്തിൽ ഉന്നത സ്ഥാനമുണ്ടായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയും ആരും അന്ന് വെറുതെ വിട്ടിരുന്നില്ല. ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ ദുർബലരായ ആളുകളെ മാത്രമല്ല, സമ്പന്നരായ ആളുകളെ അടക്കം, അന്ന് മക്കയിലുണ്ടായിരുന്ന പ്രമുഖരായ ആളുകളെ അടക്കം ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പീഡനങ്ങളേറ്റ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ മൂക്കേത് വായയേത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ രക്തം ചിന്തി അദ്ദേഹം ബോധരഹിതനായി വീണിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പായയിൽ ചുരുട്ടിക്കെട്ടി അടിയിൽ തീയിട്ടിട്ടുണ്ട് ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ആദർശത്തിൻ്റെ കൂടെ നിന്നു എന്ന ഒരൊറ്റ കാരണം മാത്രം. ആദർശ സംരക്ഷണത്തിനായി പീഡനങ്ങളേറ്റിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവഗണനകളും ആക്ഷേപങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. നാടും വീടും ഉപേക്ഷിച്ച് ഹിജറ ചെയ്യേണ്ടി വന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകാലുകൾ ഒരിക്കലും ഇടറിയില്ല എന്നതും
പ്രവാചകന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ്. ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ആദർശം. അതിലുള്ളൊരു വിട്ടുവീഴ്ച സമൂഹത്തിൽ എന്തൊക്കെ നടന്നാലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഏറ്റവും വലിയ പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ നുബൂവത്തിന്റെ ആദ്യത്തെ പാഠം തൗഹീദ് എന്ന അല്ലാഹുവിനെ മാത്രം ആരാധനകൾ അർപ്പിക്കുക എന്ന ഒന്നാമത്തെ പാഠം, ആദർശത്തിന്റെ പാഠം. ആ അഖീദ, ആ ആദർശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പകർന്ന് നൽകി എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ സ്നേഹം വെച്ച് പുലർത്തേണ്ടതിൻ്റെ, കടമകൾ പൂർത്തീകരിക്കേണ്ടതിൻ്റെ, പ്രവാചകരുള്ള ബാധ്യതകൾ നിർവഹിക്കേണ്ടതിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ട പ്രേരകം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബി, പ്രവാചകൻ, ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം നമ്മളെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടപ്പെട്ടയാളാണ്. നമുക്ക്, ഞാൻ എന്ന വ്യക്തിക്ക് എന്നെ എത്രത്തോളം വേണ്ടപ്പെട്ടതാണോ അതിനേക്കാൾ പ്രവാചകനാണ് വേണ്ടപ്പെട്ടയാൾ, അതിനേക്കാൾ പ്രവാചകനാണ് അടുത്തയാൾ. വഅസ്വാജുഹു ഉമ്മഹാതുഹും, പ്രവാചകന്റെ പത്നിമാർ, തിരുപത്നിമാർ അത് നിങ്ങളുടെ മാതാക്കളുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്.